Okay, good morning. Thank you, Binish ji. Good morning, sir. വളരെ സന്തോഷമുണ്ട് വീണ്ടും നിങ്ങളെല്ലാവരെയും കാണാനും അതുപോലെ തന്നെ കുറെ ആൾക്കാരൊക്കെ എനിക്ക് കാണാം. എല്ലാവരെയും കാണാനായിട്ട് സാധിക്കില്ല, കാരണം നമ്മുടെ സിസ്റ്റം അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും എല്ലാവരും സേഫ് ആണെന്ന് വിചാരിക്കുന്നു. മിക്കവാറുള്ള പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ അടച്ചടച്ചടച്ച് വരികയാണ്. ചില പ്രദേശങ്ങളൊക്കെ തുറന്നു വരികയാണ്. ഏതായാലും പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വിജയങ്ങളും വിജയികളും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ പ്രതികൂലമായ സാഹചര്യങ്ങളെ നമ്മൾ അതിജീവിക്കാനായിട്ട് പഠിക്കണം. ഈ നമുക്കറിയാം, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരാജയങ്ങൾ കുറച്ച് വരും. അപ്പൊ ഈ പരാജയങ്ങൾ ഇങ്ങനെ അവിടെയാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത്. പരാജയങ്ങളിലൂടെ മാത്രമേ നമുക്ക് ലെസൺസ് ഉണ്ടാവുള്ളൂ, അത് പഠിക്കാൻ പറ്റുള്ളൂ. വിജയങ്ങള് നമുക്കറിയാം, വിജയങ്ങളിൽ ഒരു ലെസൺസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ പരാജയങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് ലെസൺസ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് പരാജയപ്പെടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം, അതായത് ഫെയിൽ ആകാൻ വേണ്ടി പഠിക്കണം. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ പരാജയങ്ങളാണ് എല്ലാവരുടെയും ചവിട്ടുപടികളായിട്ടുള്ളത്. നിങ്ങൾ ഏത് സ്ഥാപനം എടുത്താലും, വ്യക്തി എടുത്താലും, സക്സസ് സ്റ്റോറി എടുത്താലും, അവരുടെ എല്ലാം ആ സ്റ്റെപ്പുകളിൽ ഒരുപാട് തകർന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എന്താ പറയുന്നത്, ആത്മവിശ്വാസം പോലും തകരുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കയറിയാണ് ഓരോ സക്സസ് സ്റ്റോറിയും നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തോൽക്കാൻ പഠിക്കുക എന്ന് പറയും, തോക്കാൻ പഠിക്കണം. അപ്പൊ തോക്കാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക. ഏതായാലും നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് IOC പ്ലാനിനെ കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കുകയാണ്. നമുക്കറിയാം, ഏതൊരു സ്ഥാപനവും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ഏത് സ്ഥാപനത്തിലാണോ നമ്മൾ പണിയെടുക്കാൻ പോകുന്നത് ആ സ്ഥാപനത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അതിലൊന്ന് കമ്പനിയുടെ സ്റ്റെബിലിറ്റിയാണ്. വർഷങ്ങളായിട്ട് DXN കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, DXN കമ്പനി ഒരു 26 വർഷമായിട്ട് DXN കമ്പനിയെ സംബന്ധിച്ചിടത്തോളം DXN ഇങ്ങനെ അതിന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിനുള്ളിൽ തന്നെ കമ്പനിയുടെ കാര്യങ്ങൾ നമുക്ക് എടുത്തു നോക്കാം. 180+ കൺട്രീസിലേക്ക് കമ്പനി വ്യാപിച്ചു കഴിഞ്ഞു. മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫാക്ടറികളായിട്ടുണ്ട്. മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഫാക്ടറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമ്മൾക്കിപ്പോൾ അറിയാം, DXN കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തായിട്ട് ഹൈദരാബാദിലുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്കറിയാം. ഇതുകൂടാതെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു ഗ്രാഫിക് വീഡിയോ കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്നത് കമ്പനിയുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും ഒരു സൈബർ വില്ല പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അവിടെ പോയി നമുക്ക് താമസിക്കാം എന്നുള്ളതാണ്. അതായത് ഫോർ എക്സാമ്പിൾ, DXN കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഒരു കാര്യം, വളരെ വ്യക്തമായിട്ടൊരു കാര്യം ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളിലും റിസോർട്ടുകൾ കൊണ്ടുവരികയാണ്. അതായത് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ അറിയാവുന്ന ആളുകൾക്കൊക്കെ പോയി താമസിച്ച് നമ്മുടെ DXN റിസോർട്ടുകളിൽ പോയി നമുക്ക് താമസിക്കാൻ പറ്റും. അപ്പോ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ആ കൂട്ടുകാരൻ മലേഷ്യക്ക് പോവാണ്. അപ്പൊ ഞാൻ പറയുകയാണോ, മലേഷ്യ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ DXN റിസോർട്ടിൽ പോയി താമസിക്കുക എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അവനൊരു ID ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അവൻ അവിടെ പോയി താമസിക്കുമ്പോൾ അവൻ ചെലവ് ചെയ്യുന്ന ആ റൂം റെന്റിന്റെ PVയും SVയും നമുക്ക് വരികയും പ്രൊമോഷനും കമ്മീഷനും അയാൾക്കും കിട്ടും, നമുക്കും കിട്ടുകയും ചെയ്യുന്നു. അത് നമ്മളെ സ്റ്റാർ ഏജന്റിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ കമ്പനി ഒരുപാട് വിഭാവനം ചെയ്യുന്നുണ്ട്. നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കാം. ഇപ്പോ നമ്മൾ തിരിച്ചറിയേണ്ടത് കമ്പനിയുടെ സ്റ്റെബിലിറ്റിയാണ്. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. രണ്ടാമത്തത് പ്രൊഡക്റ്റ് സുപ്പീരിയോറിറ്റി. ഒരു പ്രൊഡക്റ്റിനും നമ്മളായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരൊറ്റ പ്രൊഡക്റ്റുകൾക്കും. ഞാൻ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രൊഡക്റ്റുകൾക്ക് നമ്മുടെ DXN കമ്പനിയുടെ പ്രൊഡക്റ്റുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രൊഡക്റ്റുകൾ മുഴുവൻ എടുത്തു വെച്ച് നമ്മുടെ ടീമിലുള്ള ഏതെങ്കിലും ഒരു അംഗം അവന്റെ കുട്ടിക്ക് ഒരു 50 എണ്ണം എടുത്ത് കൊടുക്കാൻ ധൈര്യപ്പെടും. മറിച്ച് ഇത് ഉണ്ടാക്കുന്ന, അതായത് മറ്റു കമ്പനികളുടെ കോമ്പറ്റീറ്ററുകളുടെ പ്രൊഡക്റ്റുകൾ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നവൻ പോലും 50 എണ്ണം കഴിക്കില്ല, അത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾ പോലും, അപ്പോൾ അതിന് ഓണർ പോലും കഴിക്കില്ല. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റുകൾ അത്രയും സേഫ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഡോക്ടർ ലിംസോജൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന ഒരു വലിയ സംഭവം എന്ന് വെച്ചാൽ 10 ലക്ഷം കുട്ടികളെ ദത്തെടുത്തിട്ടുണ്ടല്ലോ. അതിലൊരു കുട്ടിക്ക് ഒരു ദിവസം കൊടുക്കുന്നത് 3 ഗ്രാമാണ്. 3 ഗ്രാം സ്പൈറലിന ഒരു കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര ക്യാപ്സൂള്, അല്ലെങ്കിൽ എത്ര ഇതായി നമ്മൾ ഒരു 10 മുതൽ 12 വരെ ക്യാപ്സൂൾസ് വരുമ്പോഴാണ് 3 ഗ്രാം. അപ്പൊ നമ്മൾ ചിന്തിക്കുക,
ഈ 12 ക്യാൻഡി അല്ലെങ്കിൽ 12 ക്യാപ്സൂള് ഒരു ചെറിയ കുട്ടിക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പെർ ഡേ നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പലരും 3 എണ്ണം കഴിക്കണോ, 4 എണ്ണം കഴിക്കണോ, 2 എണ്ണം കഴിക്കണോ, അല്ലെങ്കിൽ പകുതി കഴിച്ചാൽ മതിയോ, അങ്ങനെ പേടിച്ച് നിൽക്കണം. അപ്പോൾ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ദെൻ ജനറസ് മാർക്കറ്റിംഗ് പ്ലാൻ, വളരെ ഉദാരമായിട്ട് നമുക്ക് കമ്മീഷൻ തരുന്ന ഒരു കമ്പനിയാണ്. അതായത് അതിന്റെ രഹസ്യങ്ങൾ ഇപ്പൊ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവരെല്ലാം അന്തം വിട്ട് നിൽക്കുകയാണ്. ഗ്ലോബൽ നെറ്റ്വർക്ക്. ദെൻ ബി എ മിനി DXN. അതായത് ഡോക്ടർ ലിംസിയോജൻ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു മിനി DXN ആകാം. മിനി DXN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മിനി സ്റ്റോക്കിസ്റ്റ് ആണ്, ഒരു മിനി DXN ആണ്. അങ്ങനെ മിനി DXN ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് വേണം, നമ്മുടെ കയ്യിൽ മാർക്കറ്റിംഗ് പ്ലാനിന് പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ വേണം. നമുക്ക് അത്തരത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സീഡ് സ്റ്റോക്ക് DXN കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മിനി സ്റ്റോക്കിസ്റ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ മിനി DXN ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സീഡ് സ്റ്റോക്ക് വേണം. ദിസ് ഈസ് എ മാസ്റ്റർ കീ ടു ബിക്കം എ മില്യനെയർ. ഈ IOC പ്ലാൻ DXN കമ്പനി നമുക്ക് കൊണ്ടുവന്ന് തന്നത് നമ്മളെയൊക്കെ മില്യനെയർ ആക്കാൻ വേണ്ടിയാണ്. അപ്പൊ മില്യനെയർ ആകുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി DXN കമ്പനിയിൽ വരുന്ന ഒരാളുടെ ലക്ഷ്യം. നമ്മൾ പ്രൊഡക്റ്റ് വിൽപ്പനക്കാരനല്ല, നമ്മൾ പ്രൊഡക്റ്റ് വിൽപ്പന നടത്തുന്ന ഒരാളല്ല, മറിച്ച് നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. നമുക്ക് രണ്ട് പ്രോബ്ലംസ് ആണ് വേൾഡ് ഫേസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഒന്ന് വെൽത്ത് പ്രോബ്ലം, രണ്ട് ഹെൽത്ത് പ്രോബ്ലം. ഈ രണ്ട് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അല്ലാണ്ട് നിങ്ങൾ സോപ്പ് വെക്കുന്ന ആളല്ല, നിങ്ങൾ പേസ്റ്റ് വെക്കുന്ന ആളല്ല. അപ്പോൾ സൊല്യൂഷൻ പ്രൊവൈഡറാണ്. യു ആർ എ സൊല്യൂഷൻ പ്രൊവൈഡർ. ഞാനും ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ കയ്യിൽ എല്ലാത്തിനുള്ള ആ രണ്ട് പ്രോബ്ലത്തിനുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്റെ കയ്യിലുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ലോകത്ത് 3 തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന്, റിസ്ക് എടുക്കില്ല. അവര് ലൈഫിൽ ഒരിക്കലും റിസ്ക് എടുക്കില്ല. ലൈഫിൽ റിസ്ക് എടുക്കാത്ത ആളുകൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത് റിസ്ക് എടുക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ പൊതുവെ നമ്മൾ വിളിക്കുന്നത് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ഒരു തകരാറുള്ള ആളുകളാണ് അങ്ങനെ സംഭവിക്കുന്നത്. ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും തകരാറുള്ളവർ റിസ്ക് എടുക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മറിച്ച് നമ്മൾ ഓരോരുത്തർ റിസ്ക് എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാം. ഒരാളെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം അയാൾക്ക് കുട്ടികളാകുക, അത് വലിയ റിസ്ക് ആണ്. പിന്നെ റിസ്ക് ആയി. പിന്നെ ആ കുട്ടികളെ പഠിപ്പിക്കുക, അതുങ്ങളുടെ വിദ്യാഭ്യാസം, അതുങ്ങളുടെ രോഗം, അതുങ്ങളുടെ പ്രശ്നങ്ങൾ. അപ്പം ഒരു റിസ്ക് എന്ന് പറയുന്നത് എടുക്കാത്ത ഒരാളും ലൈഫിൽ സക്സസ് ആകാറില്ല. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന റിസ്ക് അതല്ല, കല്യാണം കഴിക്കുക എന്നുള്ള റിസ്ക് അല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം നമ്മൾ തുടങ്ങുക, നമ്മുടെ ഉത്തരവാദിത്വം എടുത്തിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു പ്രോഗ്രാം. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടാവും. ഇപ്പൊ ചില ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, ഒരു 62,500 ഇട്ട് ഒരു 3 യൂണിറ്റ് എടുക്കുന്ന കാര്യം പറയുമ്പോൾ 62,500 അപ്പൊ ഞാൻ അവരോട് ഞാൻ ചോദിക്കാറുള്ളത് ഒരു 1.5 പവൻ ഉണ്ടാവും എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ 1.5 പവനൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഒടിഞ്ഞും പിടിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പോഴാണെങ്കിൽ കുറെ പണയത്തിലിരിപ്പുണ്ട്. പണയത്തിലിരിക്കുന്നത് വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ബാങ്കുകാർ വിളിച്ചിട്ട് ചോദിക്കാം, ഈ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ 2 ലക്ഷം എടുത്ത് ഇപ്പൊ 4 ലക്ഷം തരാന്നാ പറയുന്നത്. അപ്പൊ പണയം വെക്കാൻ സ്വർണ്ണോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴും മേടിച്ച സ്വർണത്തിന്റെ വിലയാണ് പണയമായിട്ട് കിട്ടുന്നത്. അപ്പൊ അത്രയും സ്വർണത്തിന്റെ വില 40,000 രൂപ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണ്. പണം നമ്മൾ നിക്ഷേപിക്കും, എന്നിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റുകൾ എടുത്തു വെക്കും, എന്നിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അല്ലാതെ കച്ചവടം നടക്കുമോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ടായിരിക്കില്ല. അപ്പൊ അതാണ് റിസ്ക് എന്ന് പറയുന്നത്, മാനേജബിൾ റിസ്ക്. ഇഫ് യു ഗെറ്റ് ഇറ്റ് യു ഗെറ്റ് ഇറ്റ്. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, കിട്ടിയാ കിട്ടി പോയാൽ പോയി. ഗാംബ്ലേഴ്സ് ആണ് ഇവര് ചൂതാട്ടക്കാരാ. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. കിട്ടട്ടെ പോരട്ടെ അങ്ങനെ നിൽക്കുന്ന ആളുകളുണ്ട്. റിസ്ക് ടേക്കേഴ്സ് ഉണ്ട്. അതായത് അത് റിസ്ക് ഈസ് മാനേജബിൾ. അതായത് റിസ്ക് എടുക്കുന്നവരുണ്ട്. അങ്ങനെ എടുക്കുന്നവരാണ് നമ്മൾ ഈ ലോകത്ത് കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള റിസ്ക് എടുത്ത ആളുകളാണ് ഇതെല്ലാം. റിസ്ക് എടുത്ത ആളുകളെ സക്സസ് ആവുള്ളൂ, റിസ്ക് എടുക്കാത്ത ആളുകളും സക്സസ് ആവില്ല. രവി പിള്ള, സണ്ണി വർക്കി, PNC മേനോൻ, ജോയ് ആലൂക്കാസ്, യൂസഫ് അലി, TS കല്യാണരാമൻ, ആസാദ് മൂപ്പൻ. നിങ്ങൾ ഇവരെ ഇതേപോലത്തെ ഒരു അനേകം ആളുകൾ വേറെയും കിടപ്പുണ്ട്. ഞാനിതൊരു പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ നിങ്ങൾക്ക് എനിക്കും പരിചയമുള്ള കുറെ ആളുകളെ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. ഇവരെല്ലാവരും റിസ്ക് ടേക്കേഴ്സാണ്. അപ്പോൾ ഇവര് റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ ഉയർന്നു വന്നതും ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടിയതും കേരളത്തിന് പേര് ഉയർന്നതും ഒക്കെ. അപ്പൊ റിസ്ക് ടേക്കേഴ്സ് ആണ്. അങ്ങനെ റിസ്ക് ടേക്കേഴ്സ് ആയ ചില ആളുകളെ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്ന് പ്രസന്ന കൃഷ്ണൻ. കഴിഞ്ഞ പ്രാവശ്യം 8 പേരെയാണ് DXN കമ്പനിയിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന് കൊണ്ടുവന്നത്. 8 ന്യൂ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ദെൻ ഇദ്ദേഹത്തിന്റെ പേര് അജയ് കൃഷ്ണൻ. 7 ന്യൂ ഫ്രണ്ട്സിനെയാണ് ഇദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുപ്പിച്ചത്.
അടുത്തത് സഫീർ അബുദാബി. സഫീർ അബുദാബിയുടെ ഫോട്ടോ തരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അബുദാബിയിൽ നിന്നാണ് അദ്ദേഹം പങ്കെടുപ്പിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ 12 പേര് കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം ആക്ച്വലി നമ്മുടെ ലൈനിൽ വരുന്നതല്ല, ക്രോസ് ലൈനാണ്. അതായത് ഇത് എബി സാറിന്റെ ലൈനാണ്. എബി സാറിന്റെ ആ ഒരു ഗ്രൂപ്പിലാണ് അവർ വരുന്നത്. പക്ഷെ അദ്ദേഹമാണ് ഈ പ്രോഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ചിലപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഈ കയറുന്ന മുഴുവൻ ആളുകളും സഫീറിന്റെ ആയി മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് പലരും വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഇത് ബദറുദ്ദീൻ, നമ്മുടെ 3 IOC ഓപ്പൺ ചെയ്ത ആളാണ് ബദറുദ്ദീൻ. ഇത് ലക്ഷദ്വീപിൽ നിന്നാണ്. അതാണ് രസകരമായ സംഭവം. അവിടെ ക്ലാസ് കൊടുക്കാനും ആരുമില്ല, ഒന്നിനും ആളില്ല, അവിടെ നിന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ദെൻ മിസ്റ്റർ ജന കഴിഞ്ഞ പ്രാവശ്യം കയറിയതാണ്, ഇപ്പൊ ഉണ്ടാവുന്ന എനിക്കറിയില്ല. ഹാർട്ടി കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ജന. അദ്ദേഹവും IOC ഓപ്പൺ ചെയ്ത ആളാണ്. ചെന്നൈ ആണ് അദ്ദേഹം. ചെന്നൈയിൽ നിന്നാണ് അദ്ദേഹം കയറാറുണ്ട്. ദെൻ സുമേഷ് SN ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അദ്ദേഹം നമ്മുടെ ഈ ഷോപ്പ് ഓപ്പൺ ചെയ്ത ആളാണ്. ദെൻ അതുപോലെ തന്നെ ഏലിയാമ്മ ചെറിയാൻ വരുന്നത് US ആണ്. US-ൽ നിന്നാണ്. ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞപ്പോ ഈ പ്രൊഡക്റ്റ് എല്ലാം ഇവിടെ നിന്നാണ് എടുത്തത്. കാരണം പ്രൊഡക്റ്റ് ഇവിടെ എടുത്ത് ഇവിടെ തന്നെ കൊടുത്ത് തീർത്തു. അപ്പം ആള് US-ലാണ്. ദെൻ ആലപ്പുഴയിൽ നിന്ന് സോഫി മാഡം. സോഫി മാഡം ആക്ച്വലി ഷി ഓൾസോ ഒരു റിസ്ക് എടുക്കുന്ന ആളായിട്ട് മാറുകയാണ്. ദെൻ അഖില ജഗൻ. അഖില ജഗനും ട്രിവാൻഡ്രത്തിൽ നിന്നാണ്. അദ്ദേഹവും ഇതേപോലെ റിസ്ക് എടുത്ത ഒരാളാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു തെറ്റുപറ്റി, നബീൽ എന്നാണ് ഞാനിത് പറഞ്ഞത്. ആക്ച്വലി ഇത് അതല്ല, അമീന ട്രിവാൻഡ്രം. ദെൻ ഗീതമ്മ ആലപ്പുഴ. കൺഗ്രാജുലേഷൻസ്. ദെൻ ലളിത വത്സൻ തൃപ്പൂണിത്തറയിൽ നിന്നാണ്. ഫസ്റ്റ് IOC ആണ്. ദെൻ അന്നമ്മ ജോണ്. പച്ച ചുരിദാർ ഇട്ടിരിക്കുന്നതാണ് അന്നമ്മ ജോണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കുറച്ചു പേരുടെ ഫോട്ടോ എനിക്ക് വൈകിയാണ് കിട്ടിയത്, അതുകൊണ്ട് എനിക്ക് പവർ പോയിന്റിലേക്ക് കയറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അവരുടെ ഞാൻ അടുത്ത പ്രോഗ്രാമില്, നെക്സ്റ്റ് വീക്കിൽ നടക്കുന്ന പ്രോഗ്രാമില് നമുക്ക് അവരെയും കൂടി പങ്കെടുപ്പിക്കാം. നമ്മളിപ്പോ ഇൻവോൾവ് ആയിരിക്കുന്ന പ്രോഗ്രാം എന്താണെന്നുള്ളത് ഒരു ചെറിയ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എസ്റ്റിമേറ്റ്സ് ദ സൈസ് ഓഫ് ദ ഗ്ലോബൽ മാർക്കറ്റ് ഫോർ ഹെർബൽ പ്രൊഡക്ട്സ്. നമ്മുടെ മിക്കവാറുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഹെർബൽ പ്രൊഡക്റ്റ് ആണ്. ഇനി ഒരു 100-150 ഹെർബൽ പ്രൊഡക്റ്റുകൾ കൂടി ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നുണ്ട്. അത് 2000-ലും 2008-ലും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ 2050-ലെ കണക്ക് ഞാൻ പറയാണ്, 50 ട്രില്യൺ ആണ് US ഡോളർ ആണ് 2050 വരാൻ പോകുന്നത്. ദാറ്റ് മീൻസ് 2025 ഇന്ത്യയിൽ മാത്രം 65,000 കോടി രൂപയുടെ ടേൺ ഓവർ ആണ് ഇപ്പൊ 15,000 കോടി രൂപ നിൽക്കുന്ന ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്നത്. അപ്പോ ഇത് 2050 ടച്ച് ചെയ്യുമ്പോഴേക്കും 50 ലക്ഷം കോടി US ഡോളേഴ്സ് വരും. എത്ര? 50 ലക്ഷം US ഡോളർ, 50 ലക്ഷം കോടി US ഡോളർ. കണക്ക് കൂട്ടാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാകും. ഇതാണ് ഇതിന്റെ മാർക്കറ്റ്. ഈ മാർക്കറ്റിലാണ് നമ്മൾ തൊടാൻ പോണത്, ഈ മാർക്കറ്റിലാണ് നമ്മൾ കയറാൻ പോണത്. കൺജങ്ഷൻ ഓഫ് 2 റെവല്യൂഷൻസ്, അതായത് 2 റെവല്യൂഷൻസ് സംയോജിക്കുന്ന ഒരു വിപ്ലവകരമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒന്നാമത്തെ വെൽനസ് റെവല്യൂഷൻ. അതായത് ഇപ്പൊ നമ്മൾ കണ്ടു, ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വെൽനസിന്റെ കാലഘട്ടമാണ്. അതായത് വെൽനസ് പ്രൊഡക്റ്റുകൾ വ്യാപകമായിട്ട് മാർക്കറ്റ് ചെയ്യപ്പെടാം. ഹെൽത്തിന് ഇമ്മ്യൂണിറ്റി വേണമെന്നുള്ളത് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ന്യൂട്രീഷനിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ഇപ്പൊ ന്യൂട്രീഷൻ ഫുഡ് എവിടെയാണെന്നുള്ളതാണ്, ഓർഗാനിക് ഫുഡ് എവിടെയാണെന്നുള്ളതാണ്, അത് ഏറ്റവും നന്നായിട്ട് കൊടുക്കുന്ന കമ്പനി ഏതാണെന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഇവർ ഈ അന്വേഷണം അവസാനം ഒരു ഫുൾ സ്റ്റോപ്പ് കിട്ടും. അന്വേഷണത്തിന് ഒരു സ്റ്റോപ്പ് കിട്ടും. ഈ അന്വേഷണത്തിൽ അവസാനിക്കുന്നത് DXNലായിരിക്കും. അങ്ങനെ DXNലേക്ക് വരുമ്പോൾ നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് കണ്ടു കഴിയുമ്പോഴേക്കും ജനത്തിന്റെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാവും. അതായത് വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അതാണ് വെൽനസ് റെവല്യൂഷൻ. ദെൻ ഡയറക്ട് സെല്ലിംഗ് ഓർ MLM റെവല്യൂഷൻ. ഇതാണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് പേര് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ്, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓൾറെഡി യൂണിവേഴ്സിറ്റികളിലെല്ലാം ഡിഗ്രി തലത്തിലും PhD തലത്തിലും ഒക്കെ ഇത് പഠിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതൊരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് വളരുകയാണ്. ഇവിടെ ഈ രണ്ട് റെവല്യൂഷൻ ഒരുമിച്ച് നടക്കാൻ പോകും. ഈ രണ്ട് റെവല്യൂഷൻ ഒരുമിച്ച് നടക്കുമ്പോൾ ഞാനും നിങ്ങളും ഈ റെവല്യൂഷനിൽ രണ്ട് റെവല്യൂഷൻ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് DXN ഉണ്ടാവും. ഇപ്പൊ DXN രണ്ടും റെവല്യൂഷന്റെ ഭാഗമാണ്. ഒന്ന് DXN ചെയ്യുന്നത് വെൽനസ് പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. രണ്ട് DXN ചെയ്യുന്നത് ഡയറക്റ്റ് സെയിൽസ് ആണ്, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. ഈ രണ്ട് റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. ദെൻ IOC സീഡ് സ്റ്റോക്ക് ഒരു യൂണിറ്റ്, ഒരു യൂണിറ്റ് 22,500 രൂപയ്ക്ക് ഒരു യൂണിറ്റ് അയാൾ വാങ്ങിച്ച് അയാൾക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, അയാൾക്ക് 20% അദ്ദേഹത്തിന് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അയാള് പുതിയതായിട്ട് ഒരാളെ DXN കമ്പനിയിലേക്ക് പരിചയപ്പെടുത്തി അയാളെ ഒരു 22,500 രൂപയുടെ ബിസിനസ്സിലേക്ക് അയാളെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ 1,500 രൂപയാണ്, അതായത് ഒരാളിൽ നിന്ന് നമുക്ക് ഒരു ഫ്രാഞ്ചൈസി നമുക്ക് ഒറ്റ തവണയായിട്ട് കിട്ടുന്നത്. സെക്കൻഡ് തലമുറയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 1000 രൂപയാണ്. തേർഡ് തലമുറ മുതൽ 11 തലമുറ വരെ നമുക്ക് കിട്ടുന്നത് 500 രൂപയാണ്. ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോ ചെറുതായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തു, എനിക്ക് 20% റീറ്റെയിൽ പ്രോഫിറ്റ് ആണ് എനിക്ക് കിട്ടുന്നത്. 20% റീറ്റെയിൽ പ്രോഫിറ്റ്. അപ്പം എന്റെ പ്രൊഡക്റ്റിന് 20% റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും. ഞാൻ എന്ത് ചെയ്തു, സിറാജ് എന്ന് പറയുന്ന ആളെ ഞാൻ DXNലേക്ക് ഈ പറയുന്ന ഹോം ഷോപ്പ് പരിചയപ്പെടുത്താണ്. അപ്പൊ സിറാജിന് ഹോം ഷോപ്പ് എടുക്കാൻ താല്പര്യമുണ്ട്. സിറാജ് ഹോം ഷോപ്പ് എടുത്തപ്പോൾ എനിക്ക് സിറാജിൽ നിന്ന് കിട്ടിയത് 1,500 രൂപയാണ്. സിറാജ് ബിനീഷിനെ പരിചയപ്പെടുത്തുകയാണ്. ബിനീഷിനെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് കിട്ടുന്ന കാര്യം മാത്രം ഞാനിവിടെ പറയുന്നുള്ളൂ, അതാണ് എനിക്കിഷ്ടം. ദെൻ ബിനീഷിൽ നിന്ന് 1000 രൂപയാണ് എനിക്ക് കിട്ടുന്നത്. ബിനീഷ് ഇത് സുനിലിനെ പരിചയപ്പെടുത്തുമ്പോൾ സുനിലിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് 500 ആണ്. ദെൻ അതുപോലെ തന്നെ അടുത്തത് ഹരിദാസിനെ സുനിൽ പരിചയപ്പെടുത്തുകയാണ്. IOCയിൽ 500 രൂപയാണ് ഹരിദാസ് നിന്ന് എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. ദെൻ ഹരിദാസ് അത് രാധാചന്ദ്രനെ പരിചയപ്പെടുത്തുമ്പോൾ രാധാചന്ദ്രനിൽ നിന്ന് 500 രൂപയുടെ ഒരു ബെനിഫിറ്റ് വരികയാണ്. ദെൻ അത് നമ്മുടെ വത്സമ്മ മാഡത്തിന് വരുമ്പോൾ അതിൽ നിന്നും 500 രൂപയാണ്. വത്സമ്മ മാഡം പരിചയപ്പെടുത്തിയ ആളാണ് നമുക്കറിയാം, നമ്മുടെ ദിലീപിൽ നിന്ന് 500 രൂപ ആണ് എനിക്ക് വരുന്നത്. ദെൻ ദിലീപ് പരിചയപ്പെടുത്തിയ ആളാണ് ധനഞ്ജയ് നിന്നും അതുപോലെ തന്നെ വരുന്നു. ധനഞ്ജയ് ആണ് സഞ്ജയനെ പരിചയപ്പെടുത്തുന്നത്, അവിടെ നിന്നും 500 രൂപ വരുന്നു. സഞ്ജയ് വന്നിട്ട് മനോജിനെ പരിചയപ്പെടുത്തുന്നു, മനോജിൽ നിന്നും അങ്ങനെ തന്നെ വരുന്നു. മനോജ് നമ്മുടെ ലീലാമ്മ ടീച്ചറെ പരിചയപ്പെടുത്തുന്നു, അവിടെ 500 വരികയാണ്. അപ്പൊ എനിക്ക് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ ജനറേഷൻ അതായത് ആർക്കും വേറെ ഒരാളെയും കൊണ്ടുവരുന്നില്ല. ഞാനിങ്ങനെ ഒരു ലൈനിൽ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് 7,000 രൂപയാണ് 11 ജനറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കമ്പനി തരാമെന്ന് പറയുന്നത്, ഒറ്റ ലൈൻ മാത്രമായിട്ട് പോവുകയാണ്. ഇത് തന്നെ ഞാൻ 3 യൂണിറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കും. അതായത് ഞാൻ ഒരു കാര്യം ചെയ്തു, ഒരു യൂണിറ്റ് എടുത്ത് ഞാൻ അത് ഒന്ന് റോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് രണ്ടാമത്തെ യൂണിറ്റ് എടുത്തു, അതൊന്ന് റോൾ ചെയ്തിട്ട് മൂന്നാമത്തെ യൂണിറ്റ് എടുത്തു. 20,000 രൂപ കൊണ്ട് തന്നെ 3 യൂണിറ്റ് എടുക്കാം. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം 10,000 രൂപ കൊണ്ട് ഒരു യൂണിറ്റ് എടുത്ത്. അങ്ങനെയും ചെയ്യാം. ആ ടെക്നിക്ക് നിങ്ങളുടെ അപ്ലയൻസ് പറഞ്ഞു തരും കേട്ടോ. 5,000 രൂപ കൊണ്ട് IOC എടുക്കുക, ആ ടെക്നിക്കും നിങ്ങളുടെ അപ്ലയൻസ് പറയും. ഒരു 5,000 രൂപ മിനിമം വേണം, എന്നാലേ നമുക്ക് ആ IOC എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ അപ്ലയൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ IOC 3 യൂണിറ്റ് എടുത്തു. 3 യൂണിറ്റ് എടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 3 യൂണിറ്റ് എടുത്തപ്പോൾ ഞാൻ ആദ്യം കൊണ്ടുവരുന്ന ആളിൽ നിന്ന് എനിക്ക് 3,000-ഉം രണ്ടാമത് കൊണ്ടുവരുന്ന ആളിൽ നിന്ന് എനിക്ക് 2,000-ആണ്. നമ്മൾ തലേത് പറഞ്ഞതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മൂന്നാമത് മുതൽ നമുക്ക് കിട്ടുന്നത് 1,500-ആണ്. അപ്പൊ ഇത് എമൗണ്ട് കുറച്ച് ഇരട്ടിയായിട്ടാണ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജീവ് എന്താ ചെയ്തത്, 20% റീറ്റെയിൽ പ്രോഫിറ്റിൽ 22,500 രൂപ കൊടുത്ത് ഒരു IOC യൂണിറ്റ് എടുത്തു. എന്നിട്ട് രാജീവ് എന്ത് ചെയ്തെന്ന് അറിയാമോ, രാജീവിനെ തന്നെ കൊണ്ടുവരിക, അതായത് രാജീവിനെ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് 1,500 രൂപ കിട്ടി. അതിനുശേഷം രാജീവ് എന്ത് ചെയ്യുന്നു, വേറൊരു രാജീവ്, അതായത് മൂന്നാമത്തെ രാജീവ്, അതും കൂടി വരുമ്പോൾ 2,500 രൂപ ടോട്ടല്. ദാറ്റ് മീൻസ് 4,000 രൂപയാണ് എനിക്ക് എന്റെ 2 യൂണിറ്റ് എടുക്കുമ്പോൾ എനിക്ക് തന്നെ കിട്ടുന്നത്.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഫലത്തില് ഇപ്പൊ ഞാൻ 60,000 രൂപയുടെ 62,500 രൂപ എന്ന് പറയുമ്പോൾ 4,000 രൂപ അതിൽ നിന്ന് കുറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. അടുത്ത എന്താ സംഭവിക്കണത്? ഇതേപോലെ തന്നെ സിറാജ് വന്നപ്പോൾ എനിക്ക് സിറാജിൽ നിന്ന് 3,000 കിട്ടണത്. അപ്പൊ എന്റെ അക്കുമുലേറ്റഡ് ഇൻകം നോക്കിയേ 7,000 ആയി. ദെൻ ബിനീഷ് വരികയാണ്. ബിനീഷിൽ നിന്ന് എനിക്ക് 2,000 കിട്ടി. അപ്പൊ എന്റെ അക്കുമുലേറ്റഡ് ഇൻകം 9,000 ആയി. ദെൻ നോക്കിയേ സുനിൽ വരികയാണ്. സുനിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്റെ 1,500 സുനിലിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അപ്പൊ 10,500 ആയി. അതിന് സുനിലിന്റെ ഗ്രൂപ്പില് വരുന്ന ഹാരിയിൽ നിന്ന് എനിക്ക് വരുന്ന നോക്കിയേ 1,500. അപ്പൊ 12,000 ആയി. ദെൻ ഇത് നോക്കിയേ രാധാചന്ദ്രനിൽ നിന്ന് 1,500 തന്നെ 13,500. ഇനി നോക്കിയേ വത്സമ്മ മാഡത്തിൽ നിന്ന് നമുക്ക് 1,500 15,000 ആയി എന്റെ അക്കുമുലേറ്റഡ് ഇൻകം. ദെൻ 16,500 ദിലീപിൽ നിന്ന് വരുമ്പോൾ 16,500 ആയി. കണ്ടോ? ധനഞ്ജയ്, സഞ്ജയ് 1,500 തന്നെ. ദെൻ ഇവിടെയാണ് ഒരു ചെറിയ വ്യത്യാസം വരുന്നത്. ഇവിടെ നിന്ന് എനിക്ക് 1,000 രൂപ വരുന്നു, എനിക്ക് 20,500 രൂപയാകുന്നു. ദെൻ ഇവിടെ നിന്ന് തുടങ്ങി 500 രൂപയാണ്. പിന്നെ എനിക്ക് 12ാമത്തെ ജനറേഷൻ മേലെ അപ്പൊ ടോട്ടൽ 21,000 രൂപയായി. നമ്മൾ നേരത്തെ കണ്ടു, ഒരു യൂണിറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഒറ്റ ലൈനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 7,000 ആണെങ്കിൽ 3 യൂണിറ്റ് എടുത്തിട്ട് ഞാനിത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് 21,000 ഞാൻ എത്തുന്നുണ്ട്. ഇതാണ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 3 യൂണിറ്റിന്റെ പ്രോഗ്രാം. എത്ര യൂണിറ്റ് എടുക്കണമെന്നോ അവനവന്റെ തീരുമാനമുണ്ട്. ഇത് ആരും നിർബന്ധിച്ചിട്ട് ചെയ്യണതല്ല. ഇഷ്ടമുള്ളവർക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം. റിസ്ക് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്. ഒരാൾ സ്റ്റാർ ഏജന്റ് ആവണം. 45,000 പോയിന്റ് ആണല്ലോ വരേണ്ടത്. അപ്പൊ അയാൾ എത്ര സ്പീഡിൽ സ്റ്റാർ ഏജന്റ് ആവണമെന്നുള്ളതാണ്. സിറാജുദ്ദീൻ എന്ന് പറയുന്ന ആള് ജോയിൻ ചെയ്ത്. അയാൾ ആദ്യം ചെയ്തത് 22,500 കൊടുത്ത് അയാള് IOC എടുത്തു. IOC എടുത്താൽ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 PV സിമ്പിൾ ചെയ്യണം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു 7,000 PV ഒരു 6,800 PV IOCയിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ 2 PVയും ഇയാളുടെ ടോട്ടൽ PV ആയിട്ട് കണക്കൂട്ടും എന്നുള്ളതാണ്. അപ്പൊ 7,870 PV ആയി. 20% റീറ്റെയിൽ പ്രോഫിറ്റ് അയാൾക്കുണ്ട്. ദെൻ അയാള് U2 എന്ന് പറയുന്നത് സിറാജ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ സിറാജ് തന്നെ എടുക്കുമ്പോൾ അതിന് 6,870 PV ഉണ്ട്. അപ്പൊ ഇയാളുടെ PV അക്കുമുലേറ്റ് ചെയ്ത് വന്നൊക്കെ നോക്കിയാൽ 14,740 ആയി. അയാൾ തന്നെയാണ് വീണ്ടും എടുക്കുന്നത്. സിറാജ് തന്നെയാണ് വീണ്ടും എടുക്കുന്നത്. അപ്പൊ 6,870 PV വന്നു. അപ്പൊ മൊത്തം 21,610 PV ടോട്ടലായി, അക്കുമുലേറ്റഡ് ആയി. അപ്പൊ ആ സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 4,000 രൂപ അയാൾക്ക് കിട്ടി. ഉടനെ തന്നെ ഇയാൾ കൊണ്ടുവന്ന ആളാണ് ബിനീഷ്. ബിനീഷും 3 യൂണിറ്റ് എടുക്കുകയാണ്. അപ്പൊ ബിനീഷ് ആദ്യത്തെ യൂണിറ്റ് എടുക്കുമ്പോൾ തന്നെ 7,870 PV ആയി. അപ്പോ സിറാജിന്റെ അക്കുമുലേറ്റഡ് PV 29,450 ആയി. അതിൽ നിന്ന് കമ്മീഷൻ എത്ര കിട്ടിയത്? 3,000 രൂപയും കിട്ടി. ദെൻ ബിനീഷ് വീണ്ടും ബിനീഷ് തന്നെ എടുക്കുകയാണ് 6,870. കാരണം മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ 36,350 PV ആയി. ആരുടെ? സിറാജിന്റെ. കണ്ടോ? അപ്പൊ അതിൽ നിന്ന് 2,000 രൂപ കിട്ടി. ദെൻ അടുത്തത് 6,870 PV തന്നെ വീണ്ടും ബിനീഷ് കൊടുത്തിട്ടുണ്ട്. 43,220 PV ആയി ഇപ്പൊ. അപ്പൊ അതിൽ നിന്ന് 1,500 കിട്ടി. അപ്പൊ ഇയാളാരായി? റാപ്പിഡ് സ്റ്റാർ ഏജന്റ്സ്. അതായത് പെട്ടെന്ന് ഒരാളെ സ്റ്റാർ ഏജന്റ് ആക്കാം. നമുക്ക് എത്ര പേര് സ്റ്റാർ ഏജന്റ് ആയാലും ഡയമണ്ട് ആണത്? 6 പേര്. അപ്പൊ 6 പേര് സ്റ്റാർ ഏജന്റ് ആക്കാനായിട്ട് അപ്പൊ എത്ര പേര് മതി? ഒരാൾ സ്റ്റാർ ഏജന്റ് ആയാൽ എത്ര പേര് മതി? അപ്പൊ നമ്മളിവിടെ കണ്ടു, ഒരാൾ സ്റ്റാർ ഏജന്റ് ആയാൽ എത്ര പേര് മതി? ആകെ 2 പേരെ വരുന്നുള്ളൂ. അപ്പൊ 2 പേര് അയാൾ ജോയിൻ ചെയ്തു, അയാൾ താഴെ ഒരാൾ ജോയിൻ ചെയ്തപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർ ഏജന്റ് ആയി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചു. അവർ 3 ട്രിപ്പിൾ IOC എടുത്തു. അവരുടെ താഴെ ട്രിപ്പിൾ IOC എടുക്കുന്ന 6 പേര് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡയമണ്ട് ആയി. മൊത്തം 12 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് ആകാം. അപ്പൊ ആ ഒരു സിസ്റ്റം ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് പൈസയൊക്കെ റിസ്ക് എടുത്ത് ഇത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കുക കേട്ടോ. സൊല്യൂഷൻ പ്രൊവൈഡേഴ്സിന് മാത്രം കൊടുക്കുക. എല്ലാവർക്കും അത് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അവരെല്ലാം ഇങ്ങനെ മാറി നിന്ന് പേടിച്ചൊക്കെ നിന്ന് അതൊക്കെ ഇങ്ങനെ അസ്തമിച്ച് പോകാറാണ് പതിവ്. അപ്പൊ ഇത് എടുത്ത് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന റിസ്ക് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ 22,500 പറ്റുള്ളെങ്കിൽ 22,500, 62,500 പറ്റുമെങ്കിൽ 62,500. അത് ഏതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് തോന്നുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ മനസ്സ് പറയുന്നുണ്ട്, അതൊരു ഇൻറ്റ്യൂഷനാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ 10,500 സ്റ്റാർ ഏജന്റ് ആയിട്ട് 10,500 നമുക്ക് കമ്മീഷൻ ഇനത്തിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ സ്റ്റാർ ഏജന്റ് ആകുകയും ചെയ്യും. 43,220 പിന്നെ ഒരു കുറച്ച് കുറവുണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആവുന്നു. ഇനി ഇത് തന്നെ 3 IOC എടുക്കുമ്പോൾ നമുക്ക് 21,610 PV ആണ് ഒറ്റയടിക്ക് നമുക്ക് കയറുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ആള്, ഒന്നാമത്തെ ആളെ നമ്മൾ കൊണ്ടുവരികയാണ്. അയാൾക്ക് 21,610 PV അയാൾക്കും വരികയാണ്. അയാൾ താഴെ വേറൊരാളെയും കൂടി കൊണ്ടുവരികയാണ്. അവരും 3 IOC എടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? കണ്ടോ? ഇങ്ങനെ വരുമ്പോ 3 പേര് സ്റ്റാർ ഏജന്റ് ആയി, നമ്മള് റൂബിയായി. കണ്ടോ? ഇതാണ് ഇതിന്റെ സംഭവം. ഇങ്ങനെ 6 പേര് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാല്
അടുത്തത് 3 IOC എടുക്കുകയാണെങ്കിൽ 3 IOC എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെല്ലാം സിംഗിൾ IOC എടുക്കുന്നു. അതായത് ഇവിടെ ഇപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് എല്ലാവർക്കും 3 എണ്ണം എടുക്കാൻ പറ്റുമെന്ന് വരില്ല. കുറെ ആളുകളൊക്കെ അത്തരം പൈസ സംഘടിപ്പിക്കാനോ അതിനുള്ള പറ്റിയ ആളുകളായിരിക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരാള് 22,500 മാത്രം യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ 1ാമത്തെ ആളും വന്നു, 2ാമത്തെ ആളും വന്നു, 3ാമത്തെ ആള് വന്നു, 4ാമത്തെ ആള് വന്നു, 5ാമത്തെ ആള് വരുന്നു, 6ാമത്തെ ആള് വരുന്നു. ഇപ്പൊ നമുക്ക് വരുന്ന PV എന്ന് പറഞ്ഞാൽ 68,830 കാരണം 21,600 നിങ്ങൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവരോട് 1 എടുക്കാനേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈ 1ാമത്തെ ആള് നമ്മുടെ 1 എന്ന് പറയുന്ന ആള് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ഉണ്ടോ 6 മെമ്പേഴ്സ് ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴേക്കും ഇയാളുടെ ടോട്ടൽ PV 55,900 PV ആകുകയാണ്. 55,900 PV ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ അയാൾ സ്റ്റാർ ഏജന്റ് ആയി. 2ാമത്തെ ആളും ഇതേപോലെ തന്നെ സ്റ്റാർ ഏജന്റ് ആകുകയാണ്. ദെൻ 3ാമത്തെ ആളും ഇതേപോലെ സ്റ്റാർ ഏജന്റ് പൊസിഷനിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ഷാറൂബിയായി. 4ാമത്തെ ആളും ഇതേപോലെ തന്നെ ഇതേ ഡ്യൂപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. സിംഗിൾ IOC ഓപ്പൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പ്ലാന്. 6ാമത്തെ ആളും ഇതേപോലെ തന്നെ ചെയ്യുന്നു. ഈ ഡ്യൂപ്ലിക്കേഷൻ സിംഗിൾ IOC ആണ്. നിങ്ങൾ മാത്രമാണ് 3 IOC എടുത്തിരിക്കുന്നത്, ബാക്കി 6 പേരും അവരുടെ താഴെയുള്ള 36 പേരും. സോ നമ്മളുടെ യു ആർ എ ഡയമണ്ട്. നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡയമണ്ട് ആയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ മാസത്തെ കമ്മീഷൻ വൗച്ചർ എന്ന് പറയുന്നത് 1,00,000 രൂപയ്ക്ക് മേളിലായിരിക്കും. ഇപ്പൊ ഇവിടെ ഇതുണ്ടോ, ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 3 വീതം ആളുകളെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് അടുപ്പിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, ഷർഷ എന്ന് പറയുന്ന ആള് സിറാജിനെ കൊണ്ടുവന്നു, സിറാജ് 3 ആൾക്കാരെ കൊണ്ടുവന്നു, ആ 3 പേര് 9 പേരെ കൊണ്ടുവന്നു. നിങ്ങളുടെ കമ്മീഷൻ, നിങ്ങളുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൽ നിങ്ങൾ സിംഗിൾ IOC എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇത്രയും വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയാണ്. അതായത് നിങ്ങൾ ഇട്ട പണം. മിക്കവാറുള്ള കേസുകളിൽ എല്ലാവരും ചോദിക്കുന്നത്, ഞാൻ ഒരു 22,500 രൂപ ഇടാം, പക്ഷെ ഈ 22,500 രൂപ എപ്പം എനിക്ക് തിരിച്ചു കിട്ടും? ഇതാണ് പലരും ചോദിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാനായിട്ട് 27,000 രൂപയാണ് തിരിച്ചു കിട്ടുന്നത്. 3 പേരെ ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, ആ 3 പേരോട് 3 പേരെ കൊണ്ടുവരാൻ പറയുന്നു, ആ 3 പേരോട് 3 പേരെ കൊണ്ടുവരാൻ പറയുന്നു. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 27,000 രൂപ നമുക്ക് കമ്പനി നമുക്ക് തരുന്നു. ഇനി വീട്ടിൽ 27,000 രൂപയുടെ പ്രൊഡക്റ്റ് ഇരിപ്പുണ്ട്, 22,500 രൂപ. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 54,000 രൂപയായി. ഈ 54,000 നിന്ന് നമ്മളിട്ട 22,500 മൈനസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വരുമാനം കിട്ടും. അതായത് ഡിഫറൻസ് 31,500 രൂപയുണ്ട്. ഇതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അപ്പൊ 22,500 നമ്മൾ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 31,500 രൂപയാണ് 22,500 കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാണ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതും. ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരികയാണ്. കേട്ടോ, ഇങ്ങനെ നമ്മള് ആദ്യത്തെ ആള് ഒഴിഞ്ഞു കിടക്കുന്ന ആദ്യത്തെ ആള് ഇങ്ങനെ വന്ന് 9 പേര് ഇതിനകത്ത് വരും. 9 പേര് വരുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 യൂണിറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ 3 യൂണിറ്റ് ആണ് നിങ്ങൾ എടുത്തത്. നിങ്ങൾ ഫസ്റ്റ് മെമ്പർ നിങ്ങൾ സുനിലിന് കൊടുത്തു, സിറാജിന് കൊടുത്തു, ദെൻ ബിനീഷിന് കൊടുത്തു. ബിനീഷ് 3 പേരെ കൊണ്ടുവരുന്നു, അവര് 3 വീതം കൊണ്ടുവരുന്നു. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ടോട്ടൽ 27ഉം 9ഉം 36ഉം 3ഉം 39 പേരാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ കമ്മീഷൻ എന്ന് പറയുന്ന 4,000 രൂപയും നിങ്ങളുടെ ആദ്യത്തെ 3 പേരിൽ നിന്ന് നിങ്ങൾക്ക് 9,000 രൂപയും രണ്ടാമത്തെ 9 പേരിൽ നിന്ന് നിങ്ങൾക്ക് 18,000 രൂപയും മൂന്നാമത്തെ 27 പേരിൽ നിന്ന് 1,500 രൂപ വീതം 40,500 രൂപയും സിംബിന്റെ കമ്മീഷൻ 5,280 കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 76,780 രൂപയാണ് IOC ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം, സിംബിന്റെ ഇൻകം ഉൾപ്പെടെ. കാരണം ഓൾറെഡി നിങ്ങൾ സിംബ് ചെയ്തിട്ടുണ്ട്. പ്ലസ് 75,000, അതായത് 62,500 രൂപ നിങ്ങൾ വാങ്ങിച്ച എത്രയാണോ അതെല്ലാം അവിടെ എന്തായിട്ടിരിപ്പുണ്ട്, പ്രൊഡക്റ്റ് ആയിട്ടും നമുക്കത് വേണമെങ്കിൽ വിൽക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ റീറ്റെയിൽ പ്രോഫിറ്റും എല്ലാം കൂടി 75,000 ഉണ്ട്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 1,51,780 ആണ്. അതിൽ നിന്ന് നിങ്ങൾ ഇട്ട 62,500 അല്ലെങ്കിൽ നിങ്ങൾ ചെലവാക്കിയ 62,500 കിഴിക്കുമ്പോൾ 89,280 ആണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഇങ്ങനെ നമുക്ക് ഇട്ട പണം തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് അവരിത് ചെയ്യുള്ളൂ. കണ്ട, ഇപ്പൊ ഷർഷ 3 ജോയിനിങ് നടത്തിയതിനു ശേഷം ബാക്കി എല്ലാവർക്കും സിംഗിളാണ് കൊടുത്തിരിക്കുന്നത്.
ഒരാൾ 3 എടുക്കാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ 3 എണ്ണം, ഇതാണ് നമ്മളെ ബുദ്ധി ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അതായത് സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് 3 എണ്ണം എടുക്കുക. എടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആളുകൾക്ക് സിംഗിൾ കൊടുത്താൽ മതി. അവരോട് 3-നും നിർബന്ധിക്കണ്ട, 2-നും നിർബന്ധിക്കണ്ട. 3, 2 ഒക്കെ 1 ഒക്കെ അവർ ഒന്നെങ്കിലും മിനിമം ചെയ്യാനായിട്ട് നമ്മൾ അവരോട് പറയുക. അങ്ങനെ വരുമ്പോൾ 62,500 മുടക്കിയ നിങ്ങൾക്ക് 89,250 തിരിച്ചു കിട്ടും. അത് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 തട്ട് അല്ലെങ്കിൽ 3 ജനറേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ ഫണ്ട് പോരുകയും ചെയ്തു, നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇതാണ് ലോകത്തുള്ള എല്ലാവരും ചെയ്യുന്നത്. ദെൻ ഇതില് നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട, ഇനി എപ്പോഴും ആവർത്തിക്കേണ്ട ഒരു കാര്യമാണ്, 2 പേരെ നമ്മൾ DXNൽ ഇത് പരിചയപ്പെടുത്തിയതിന് ശേഷം 2 പേര് 4 പേർക്ക് പരിചയപ്പെടുത്തുക, 4 പേര് അങ്ങനെ ഓരോരുത്തരും 2 പേരെ പരിചയപ്പെടുത്തുക. അതാണ് അവരുടെ ജോലി. എന്റെ ജോലി എന്താ? 2 പേരെ IOC പരിചയപ്പെടുത്തുക. ഈ വന്നേക്കുന്ന 2 പേരുടെ ജോലി എന്താ? 2 പേരെ IOC പരിചയപ്പെടുത്തുക. ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ 20 ലക്ഷമാണ് 11 ജനറേഷൻ നമുക്ക് കിട്ടുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരുടെയും പ്രശ്നങ്ങൾ 20 ലക്ഷം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ. ദെൻ 3 പേരെ ഞാൻ നേരത്തെ കാണിച്ച എക്സാമ്പിൾ, ആ 3 മെമ്പേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ 13 കോടിയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 3 പേര് 9 പേര് 27 പേര്. ആ ഒരു പ്രോഗ്രാം 11 ജനറേഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതെല്ലാം ഒരേപോലെ പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു നിശ്ചിത തട്ട് വരെ, ഒരു നിശ്ചിത ജനറേഷൻ വരെ ഇത് നന്നായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ, ഒരു ലൈൻ ഡെവലപ്പ് ചെയ്ത് പോയാലും അങ്ങനെയൊക്കെ വന്നാലും ഇതിന്റെ ഒരു 10-1 കിട്ടിയാലും നമുക്കൊരു 11 ജനറേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 1 കോടി രൂപ നമ്മൾ ഏൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 4 പേരാണെങ്കിൽ 250, 6 പേരാണെങ്കിൽ 18,000 കോടിയൊക്കെ. ഇത് വെൽത്തിന്റെ ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് കാണുന്നത്. ബി സിംഗിൾ മൈൻഡഡ്. എപ്പോഴും നമ്മൾ എന്താ കുഴപ്പമെന്ന് അറിയുമ്പോൾ പല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിക്കാരും വിജയിക്കാത്തതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് DXN എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴാണ് തെക്കോട്ട് ഒരെണ്ണം, വടക്കോട്ട് ഒരെണ്ണം, ദെൻ മോളിൽ നിന്ന് ഒരെണ്ണം വരുന്നത്, താഴത്തുനിന്ന് ഒരെണ്ണം, ഇങ്ങനെ നമ്മൾ പല സ്ഥലത്തേക്കും നമ്മൾ പോകും. അങ്ങനെ പോകരുത്. ഡോണ്ട് ലുക്ക് ലെഫ്റ്റ്, ഡോണ്ട് ലുക്ക് റൈറ്റ്, ബി ഫോക്കസ്ഡ്, ബി ഫോക്കസ്ഡ്. അപ്പൊ ഒരു സ്ഥലത്തേക്ക് മാത്രം IOC എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്റ്റിക്ക് ടു DXN ലോങ് ഇനഫ്. എത്ര കാലം DXN ആയിട്ട് നിൽക്കാമോ അത്രയും കാലം നിങ്ങൾ DXN ആയിട്ട്. 10ഉം 20ഉം കമ്പനിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തർ വന്ന് മുമ്പിൽ നിന്ന് കരയാണ് ഓരോ ആൾക്കാർ. 10 കമ്പനി 20 കമ്പനി കഴിഞ്ഞ് ചിലവരൊക്കെ 1 കോടിയൊക്കെ ഉണ്ടാക്കി, ഒറ്റ പൈസ ബാക്കിയില്ല, എല്ലാം പോയി. കുറെ കേസും ഒക്കെ ആയിട്ടൊക്കെ പറഞ്ഞു പോയി. കാരണം എല്ലാം ഈ ഫണ്ട് കമ്പനികൾ പ്രോഗ്രാമാണ്. ഇതൊന്നും ഒരു ഗതി പിടിക്കണില്ല പണം. അപ്പൊ സ്റ്റിക്ക് ടു DXN ലോങ് ഇനഫ്. നന്നായിട്ട് നമ്മൾ ഇതിന്റെ കൂടെ നിൽക്കുക. ട്രഷർ വാട്ട് വി ഹാവ് നൗ വിത്ത് DXN. എന്താണോ നമുക്കുള്ളത് അത് മുഴുവനും DXN ആയിട്ട് നമ്മൾ പങ്കുവെക്കുക. അതായത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ആ കഴിവുകൾ മുഴുവനും നിങ്ങൾ എടുക്കുക. ആ നിധി മുഴുവനും നമ്മൾക്ക് DXN ആയിട്ട് പങ്കുവെക്കുക. നിങ്ങളുടെ നിധി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംസാരിക്കാനുള്ള ഇതുണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാം എല്ലാവരും സക്സസ് ആകുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ പിടിച്ചു നിൽക്കുന്നത് അവനാണ് സക്സസ് ആകുന്നത്. പിടിച്ചു നിൽക്കുന്നവനാണ് സക്സസ് ആകുന്നത്. ഇവിടെ മാംഗോ തിയറി ഡോക്ടർ ലിംസോജിൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആ മാവിന്റെ പൂ നോക്കിയേ, ലക്ഷക്കണക്കിനാണ് ഒരു മാവേല്, കോടിക്കണക്കിനായിരിക്കും പൂക്കളുള്ളത്. പക്ഷെ ഒരു കാറ്റ് വന്നപ്പോ കണ്ടോ കുറെ പൂക്കൾ താഴ്ത്തു വീണു. ഒരു ഇടിമിന്നൽ വന്നപ്പോ കുറെ പോയി. അവസാനം ഫ്രൂട്ട് ആകുന്നതോ വളരെ കുറച്ച് മാത്രമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ ഇതിൽ ഫ്രൂട്ട് ആകുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ ഫ്രൂട്ട് ആയതിനു ശേഷം അതിന്റെ വിത്ത് വീണ് അത് വീണ്ടും മുളക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത്, കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, അങ്ങനെ പിടിച്ചു നിന്ന ഒരുപാട് ലീഡേഴ്സ് ആണ് ഇന്ന് പത്തനംതിട്ടയൊക്കെ നയിക്കുന്ന ലീഡേഴ്സ് ഓരോരുത്തരും. സിസ്റ്റം ഈസ് ബിൽഡ് ഫോർ സക്സസ്. നമുക്ക് DXന്റെ ഒരു മനോഹരമായ സിസ്റ്റം തന്നിട്ടുണ്ട്. ദ സിസ്റ്റം ഫോർ സക്സസ് ഈസ് ബേസ്ഡ് ഓൺ 2 key factors. എഡ്യൂക്കേഷൻ. നിങ്ങൾ പഠിക്കണം, പ്ലാൻ പഠിക്കണം, വീട്ടിൽ കുത്തിയിരുന്ന് പഠിക്കണം, പേപ്പർ എടുക്കണം, വരക്കണം, വട്ടം വരക്കണം, അത് പഠിക്കണം, പ്രൊഡക്റ്റ് എടുക്കണം, പ്രൊഡക്റ്റിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയാൻ പഠിക്കണം. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ പ്രൊഡക്റ്റ് ഏത് സൊല്യൂഷന് കൊടുക്കാൻ പറ്റും, ഒരു സൊല്യൂഷൻ ഇത് കൊടുക്കാൻ പറ്റുമോ ഈ പ്രൊഡക്റ്റ് കൊണ്ട്, അത് നമ്മൾ പഠിക്കണം. ദെൻ ലേൺ അപ്പ് ദ ട്രെയിനിങ് മൊഡ്യൂൾ ഓഫ് DXN. DXന്റെ എല്ലാ ട്രെയിനിങ് മൊഡ്യൂളും എടുക്കുക, അത് പഠിക്കുക, നിങ്ങൾ സൂം ചെയ്ത് പഠിക്കണം. ദെൻ ഹാബിറ്റ്, ലേൺ അപ്പ് ദ കൾച്ചർ ഓഫ് DXN. DXന്റെ ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചർ നമ്മൾ അത് വേറൊരു ദിവസം ഒരു ക്ലാസ് എടുക്കാൻ നമുക്ക് ആ കൾച്ചർ അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറണം. DXന്റെ കൾച്ചർ തന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ മീറ്റിങ്ങുകളിലും കയറണം, തന്നെയും പിന്നെയും കേൾക്കണം. ഒരുപാട് കേട്ട് കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ തലയിൽ ഇങ്ങനെ ഓടും. DXN ഈസ് എ ഗോൾഡ് മൈൻ. നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരുപാട് നേട്ടം ഉണ്ടാക്കാം. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാരി കോരിയെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു, എത്രയോ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കിടക്കുന്നത്. 4 pillars ഓഫ് നമ്മൾ നേരത്തെ സംസാരിച്ചൊരു കാര്യമാണ്. ഡു ദ DXN ബിസിനസ് ഓൾ ദ ടൈം. ഇത് ഒരു ഫുൾ ടൈമോ പാർട്ട് ടൈമോ അങ്ങനൊന്നുമല്ല, ഇത് ഓൾ ദ ടൈം ആണ്. ഓൾ ദ ടൈം ബിസിനസ് ആണ്.
ഡു ഇറ്റ് ഓൾ ദ ടൈം. അതാണ്, ഡോണ്ട് ഡു ഇറ്റ് പാർട്ട് ടൈം, ഡോണ്ട് ഡു ഇറ്റ് ഫുൾ ടൈം, ഓൾ ദ ടൈം. അതായത് ഈ എവിടെ പോയാലും നിങ്ങൾക്ക് DXing ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇന്ന് ഞാൻ ഒരു സുഹൃത്തായിട്ട് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. നമ്മുടെ ഡോക്ടർ ലിമിസ് ജോർജിന്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. വേറെ ഒന്നുമല്ല, അതെനിക്ക് എന്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന ഒരു ഐഡിയയാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, തൊട്ടടുത്ത് ഇംഗ്ലീഷ് അറിയാവുന്ന കുറെ ആളുകളുണ്ടല്ലോ, അവരോട് ചെന്ന് പറയാം, എനിക്കിത് ഇത് കേട്ടിട്ട് മനസ്സിലാണില്ല, ഇതൊന്ന് കേട്ടിട്ട് എനിക്ക് ഇതിന്റെ നട്ട്ഷെല്ലൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മളൊരു 100 പേരോട് പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കി. 100 പേരും നമുക്ക് വേണ്ടിയിട്ട് ഇത് കാണൂലേ? അങ്ങനെ 100 പേരും കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 100 പേര് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേരുടെ തലയിൽ കയറും. കാരണം ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇയാൾ കാണുന്നത്. അപ്പൊ ഇയാള് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത്, അല്ലെങ്കിൽ നമ്മൾ അയാളുടെ അടുത്ത് ഇയാളാണ്, മറ്റേത് കണ്ട, അതെനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. അത് അയാൾ നോ പറയില്ല. കാരണം അയാൾ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളുടെ അടുത്താണ്, ഒരു ഡിഗ്രിക്കാരനാണ്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു വലിയൊരാളാണ്, അയാൾക്ക് ഇംഗ്ലീഷ് അറിയാം. അപ്പൊ അയാൾക്ക് സമയമുള്ളതുപോലെ ഒന്ന് കണ്ടിട്ട് ഒരു 20 മിനിറ്റുള്ളൂ, ഒന്ന് കണ്ടിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം, പഠിപ്പിച്ചു തരണം എന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 100 പേർക്ക് നിങ്ങൾ ഈ വീഡിയോ കൊടുത്തിട്ട് എന്നൊന്ന് പഠിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട്, അപ്പൊ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിൽ യു ആർ എ ലക്കി പേഴ്സൺ. ഞാൻ അദ്ദേഹത്തോട് അതാ പറഞ്ഞത്. അപ്പൊ അയാൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത് ഒരുപാട് പേരോട് പറയാല്ല, ഒരുപാട് പേർക്ക് കൊടുക്കാം. പണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, ഈ അറബിക് CD ഉണ്ട്, അറബി സംസാരിക്കുന്നത്. അപ്പൊ അറബി സംസാരിക്കുന്ന CD നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അറബി അറിയാവുന്ന ആളാണ്. നമ്മൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് മനസ്സിലാകാനില്ല, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി വന്നപ്പോൾ അയാൾ ചോദിക്കുന്നത്, ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നത്. ഇത് ഉഗ്ര സാധനമുള്ള, ഇത് ഭയങ്കര സംഭവമുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ID ഓപ്പൺ ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ കുറെ ആളുകള് നമുക്ക് പറയാതെ പറയാം, അതായത് DXing പറയാതെ പറയാം. അങ്ങനെ കുറെ ആളുകൾ നിങ്ങൾക്ക് കിട്ടും. അതാണ് നല്ല. അപ്പൊ ഡു ഇറ്റ് ഓൾ ദ ടൈം. എപ്പോഴും നിങ്ങൾക്ക് വഴിയിൽ കാണുന്ന ആരോട് വേണമെങ്കിലും പറയാം, യാത്ര ചെയ്യുമ്പോഴോ എവിടെ വേണമെങ്കിലും പോകുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ, ഡു 30 years ജോബ് ഇൻ 3 years ടൈം. DXingൽ ഒരു 3 വർഷം വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, യുവാവായിരിക്കുമ്പോൾ തന്നെ പെൻഷൻ ആകുക. അപ്പൊ ചോദിക്കും, വയസ്സന്മാർ എന്ത് ചെയ്യുന്നു? വയസ്സന്മാർ ഇത് കുറെ കഴിക്കുമല്ലേ. ഇപ്പൊ IOC എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് ഇത് മുഴുവൻ നമ്മൾ തിന്നും. അങ്ങനെ നമ്മൾ തിന്നു കഴിയുമ്പോഴേക്കും ഈ വയസ്സായ ആളുകളൊക്കെ പലരും ഒന്ന് യങ് ആവും. അപ്പൊ അതാണ് ഞാൻ പെൻഷൻ യങ്, പെൻഷൻ വെൽത്തി, പെൻഷൻ ഹെൽത്തി, അങ്ങനെ ഒരു സംഭവം. നെവർ സ്റ്റേ ഇൻ യുവർ കംഫർട്ട് സോൺ. ഒരു കംഫർട്ട് സോണിൽ നമ്മൾ നിൽക്കരുത്. ലേൺ ടു ഗിവ് അപ്പ് ദ ഗുഡ് ഫോർ ദ ബെസ്റ്റ്. ബെസ്റ്റിന് വേണ്ടി ഗുഡ് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. നെവർ സെറ്റ് ആർട്ടിഫിഷ്യൽ ബൗണ്ടറീസ്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞാണ്. നെവർ സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ വാട്ട് യു കണ്ട് എക്സൽ. അതായത് നമുക്ക് പറ്റാത്ത ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കരുത്. നമുക്ക് എവിടെയാണോ തിളങ്ങാൻ പറ്റുന്നത് അവിടെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കും. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. ഒരിക്കലും നിർത്തരുത്. DXന്റെ ഒരു പുസ്തകമുണ്ട്, ഡോക്ടർ ലിംസ് ജോർജൻ എഴുതിയത്. പറ്റുമെങ്കിൽ അതൊക്കെ വാങ്ങി വായിക്കാം. ഇൻവെസ്റ്റ് ടൈം ആൻഡ് മണി ഇൻ എഡ്യൂക്കേഷൻ. അതായത് എന്നെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ചേഞ്ച് യുവർ ബാഡ് ഹാബിറ്റ്സ്. മോശം സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിവെക്കാം. നോ മണി ആൻഡ് നോ ടൈം സിൻഡ്രോം. പല ആൾക്കാരോടും ഞാൻ ചോദിക്കാറുണ്ട്, എന്താണ് DXing ചെയ്യാൻ പറ്റത്? സമയമില്ല. അപ്പൊ ഞാൻ ചോദിക്കും, അപ്പൊ പണം കുറെ ഉണ്ടാവൂലേ? അതുമില്ല. അതായത് നോ മണി, നോ ടൈം, നോ മണി സിൻഡ്രോം. അതായത് സമയമില്ല, എന്തില്ല, പൈസയില്ല, രണ്ടുമില്ല. അത് ഒരു തരം രോഗമാണത്, ഒരു സിൻഡ്രോം ആണ്. അതുപോലെ തന്നെ യു മസ്റ്റ് ഓൾവേസ് ബിലീവ് ദാറ്റ് യു ക്യാൻ ബി സക്സസ്ഫുൾ. എപ്പോഴും ചിന്തിക്കണമെന്ന് അറിയാമോ? ഞാൻ വിജയിക്കും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ലെ, ഞാൻ പാലത്തേക്ക് കയറുമ്പോൾ ചില ആൾക്കാർ ഞാൻ വീഴും. അവരെല്ലാവരും വീണിട്ടുണ്ട്. പാലത്തില് വീഴൂല എന്ന് പറഞ്ഞു ഞാനിതാ കടക്കും എന്നും പറഞ്ഞു ഓടിയവരൊക്കെ പാലം കടന്നു പോയിട്ടുണ്ട്. Then to be successful, you need to get out of your comfort zone. അതായത് ഇപ്പൊ ഭയങ്കര കംഫർട്ട് സോണിലാണ്. എന്താ കംഫർട്ട് സോൺ എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കാം. അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ട് നമുക്ക്. അപ്പൊ ആ കംഫർട്ട് സോണിൽ നമ്മൾ ചാടണം. അതായത് നമ്മൾ വേറൊരാളെ കാണുമ്പോൾ അയാൾ നോ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അയാളോട് പറയാതിരിക്കുന്നത്. അത് കംഫർട്ട് സോൺ ആണ്. അത് പൊട്ടിക്കണം. അത് പൊട്ടിച്ച് പുറത്ത് ചാടണം. ഡോണ്ട് സ്റ്റേ വേർ യു ആർ. മൂവ് ബിയോണ്ട് യുവർ ഫിയർ ടു അച്ചീവ് യുവർ ഡ്രീം. ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താണോ എങ്കിൽ അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് തുടർന്നു കൊണ്ടിരുന്ന സാധനമാണെങ്കിൽ അത് നിങ്ങൾ ഒരു സ്ഥലത്തും എത്തിച്ചിട്ടില്ല എങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ വഴി മാറ്റേണ്ട സമയമായി, ചിന്ത മാറ്റേണ്ട സമയമായി, നിങ്ങൾ പ്രവൃത്തി മാറ്റേണ്ട സമയമായി. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വഴി എന്താണ്? അവിടെ മടിപിടുത്തോണ്ടാ, നമ്മൾ മാറി നിൽക്കുന്നുണ്ടാ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തൂല. അപ്പൊ എനിക്ക് കൂടുതൽ പണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇതുവരെ വന്ന വഴി ഞാൻ മാറ്റേണ്ടി വരും. അപ്പൊ ഞാൻ മാറ്റുകയാണ്, എന്റെ ചേഞ്ച് വരുത്താണ്. ദെൻ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ഫ്ലോക്ക് ടുഗദർ. നിങ്ങൾക്ക് അറിയാമോ, എവിടെയെങ്കിലും ഒരു കല്യാണ വീട്ടില് കള്ളുകൂടിയന്മാര് എവിടെയെങ്കിലും കൂടിയുണ്ട്, ഒരു കള്ളുകൂടിയൻ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ ആരുടെ കൂടെ ഇരിക്കും? കള്ളുകൂടിയന്മാരുടെ ഇടയിൽ പോയിരിക്കും. അതങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക. ദിസ് ഈസ് ബിക്കോസ് എ ബേർഡ് ക്യാൻ ബി കംഫർട്ടബിൾ ഓൺലി ഇൻ എ ഫ്ലോക്ക് ഓഫ് ഇറ്റ്സ് കൈൻഡ്.
ഒരു കുയിലിന് കാക്കയുടെ ഇടയിൽ ആയിരിക്കാൻ പറ്റില്ല, ഒരു കാക്കക്ക് കുയിലിന്റെ ഇടയിലായിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ സെയിം ആൾക്കാരുടെ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ദിസ് ഹോൾസ് ട്രൂ ഇൻ ഹ്യൂമൻ ബീങ് ഓൾസോ. ഇഫ് എ പേഴ്സൺ കീപ്സ് എ കമ്പനി ഓഫ് ഫെയിലുവേഴ്സ്, ദാറ്റ് പേഴ്സൺ വിൽ സർട്ടൻലി ടേൺ ഔട്ട് ടു ബി എ ഫെയിലുവർ ഹിംസെൽഫ്. അതായത് എല്ലാത്തിലും പരാജയപ്പെട്ട് എല്ലാത്തിനും നെഗറ്റീവ് പറയുന്ന കുറെ ആൾക്കാരുടെ കൂടെ ഞാനോ നിങ്ങളോ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അവരിൽ ഒരാളായി മാറും. ഇത് എന്താ പറയുന്നത്, നമ്മുടെ കൂടെ കൂടുന്ന ആളുകളുടെ ആ സംഘത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. Then the only way to be successful is to surround yourself with successful people. നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയിച്ച ആളുകളുടെ നടുക്ക് പോയി നിൽക്കണം. പരാജയപ്പെട്ട ആളുകളുടെ നടുക്ക് പോയി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരാജയം മാത്രമായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. വിജയിച്ച ആളുകളുടെ നടുക്ക് പോയി നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക, അവരുമായിട്ട് സംസാരിക്കുക, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. പരാജയപ്പെട്ടവരല്ല കോണ്ടാക്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നിങ്ങൾ അധികം വയസ്സായിട്ടില്ല, നിങ്ങൾ വളരെ ചെറുപ്പവുമല്ല. അതായത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ട. ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണ് അങ്ങനെ പറയണ്ട. ദെൻ ഞാൻ പാവപ്പെട്ടവനാണെന്നും പറയരുത്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പലപ്പോഴും 22,500 രൂപ പൈസ ഇല്ല. പൈസ ഉണ്ടായിട്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. പൈസ ഉള്ളവരല്ല. ഇപ്പോ ജാക്മ എടുത്താലും നമ്മുടെ കൊച്ചോസേപ്പ് സാറിന്റെ കേസ് എടുത്താലും അവരെല്ലാവരും 25,000, 30,000, 3 ലക്ഷം ഒക്കെ ലോൺ എടുത്താണ് എല്ലാവരും ബിസിനസ് തുടങ്ങിയത്. അല്ലാണ്ട് വീട്ടിൽ എടുത്തു വെച്ച പൂപ്പൽ പിടിച്ച പൈസ എടുത്തുകൊണ്ട് ആരും ബിസിനസ് ചെയ്തിട്ടില്ല. അപ്പോ ഞാൻ പൂവറാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ദൈവത്തിന് ഒരു കാര്യം മാത്രം നമ്മളോട് പറയാൻ അറിയാൻ പാടില്ല. എന്താ അറിയോ? നിങ്ങൾ പറയുന്ന എന്താണോ അതിനോട് തദാസ്തു എന്ന് പറയും. തദാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ആകട്ടെ. ഇപ്പൊ നിങ്ങൾ പറയാം ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ ദരിദ്രവാസിയാണ്, തദാസ്തു. എന്റെ കയ്യിൽ പൈസ ഇല്ല, തദാസ്തു. ഞാനൊരു പിച്ചക്കാരനായിട്ട് മരിക്കും, തദാസ്തു. നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിനോട് പറയുന്നത് അത് മുഴുവൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ പുറത്ത് ചിലപ്പോൾ ആളുകൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന വരുമ്പോൾ ദൈവം എന്ത് പറയും? തദാസ്തു, തദാസ്തു. ഇപ്പൊ നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തദാസ്തു. അപ്പൊ അത് ദൈവം നമ്മളോട് പറയും. യു ക്യാൻ ബി എ ട്രെയിനർ ഓർ എ സ്പീക്കർ. അങ്ങനെ പറയരുത്. കാരണം ഈ രാജീവ് ആണെങ്കിലും ഈ സിറാജ് ആണെങ്കിലും വിനീഷ് ആണെങ്കിലും നിങ്ങളൊന്നും ഒരു ട്രെയിനറോ അല്ല സ്പീക്കറോ അല്ല ഒന്നുമല്ല. ഈ സൂമിൽ മീറ്റിംഗ് നടത്താൻ തുടങ്ങിയത് ഈ കഴിഞ്ഞ ഒരു 2 മാസമായിട്ടുള്ളൂ. യു ക്യാൻ ബി എ നെറ്റ്വർക്കർ. ഒന്നും പറയരുത്. നെറ്റ്വർക്ക് നമ്മളൊന്നും ഇത് പഠിച്ചിട്ടില്ല വന്നത്. യു ആർ നോട്ട് പ്രൊഫഷണൽ. അയ്യോ പ്രൊഫഷണൽ അല്ല, എനിക്ക് പ്രൊഫഷണൽ പറ്റൂല എന്ന് പറഞ്ഞു. ഞാനൊരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ കുറെ പ്രൊഡക്റ്റ് ഇട്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ പ്ലാസ്റ്റിക് സഞ്ചിയിൽ ഒരു അരക്കയ്യൻ ഷർട്ട് ഇട്ടിട്ട്, ഒരു പൂട പൊങ്ങിയ ഷർട്ട്, ഒരു വള്ളിച്ചെരുപ്പ് ഇട്ടിട്ട് ഇവിടെയുള്ള എറണാകുളത്തുള്ള പല ഓഫീസുകളിലും ബാങ്കുകളിലും ഒക്കെ കയറി ഇറങ്ങി നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ പ്രൊഫഷണൽ ഒന്നും അങ്ങനൊന്നും നമ്മൾ പറയരുത്. യു കാൻ ഗീവ് അപ്പ് യുവർ ഈഗോ. ഞാനെന്ന ഭാവം എനിക്ക് കളയാൻ പറ്റില്ല, അങ്ങനെ പറയരുത്. അതൊക്കെ കളയണം. അതൊക്കെ അടിയറ വെക്കുമ്പോൾ പണം വരുമെങ്കിൽ പിന്നെ അടിയറ വെച്ചൂടെ. യു ഹാവ് എ ജോബ്. എനിക്കൊരു ജോലിയുള്ള കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ 100 ജോലിയൊക്കെ ചെയ്തുകൊണ്ടാണ് ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യു കാൺ ലേൺ. എനിക്ക് പഠിക്കാൻ പറ്റില്ല, പഠിക്കണം. യു കാൺ ഡ്യൂപ്ലിക്കേറ്റ്. ഇത് അങ്ങനെ തന്നെ ഇവർ ചെയ്യണ പോലെ അങ്ങനെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ തയ്യൽ പഠിച്ചിട്ടുണ്ട്, അതെങ്ങനെയാ പഠിച്ചത്? ഒരാളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ്. നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ പഠിച്ചു, അത് ഒരാളിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പഠിച്ചാണ്. അച്ചാറുണ്ടാക്കാൻ പഠിച്ചു, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ്. അങ്ങനെ എന്ത് കാര്യങ്ങളും, കല്യാണം കഴിക്കാൻ പഠിച്ചു, അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താണ്. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് ഒരാളെ കോപ്പി ചെയ്യാന്നുള്ളത്, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. സോ നെവർ സെറ്റ് ആർട്ടിഫിഷ്യൽ ബൗണ്ടറീസ്. ഒരിക്കലും അത് ചെയ്യരുത്. അപ്പൊ നമുക്കറിയാം, ഡു DXN, ഡു വാട്ട് യു കാൻ, ഡു ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക. DXN will take care of the rest. So thank you very much. Wish you all the best. Go Crown Ambassador. Thank you.